സോ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് കിം ജോങ് ഉൻ ഭരണകൂടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ഉത്തർ കൊറിയയിൽ സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ കടുത്ത സെൻസർഷിപ്പിന് ശേഷമേ മത്സരങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് കാണാൻ കഴിയൂ. തത്സമയം വേണ്ട. മത്സരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യില്ല. എഡിറ്റിംഗിന് ശേഷമാകും പ്രദർശനം. സൗത്ത് കൊറിയൻ താരങ്ങൾക്ക് വിലക്ക്. ദക്ഷിണ കൊറിയൻ താരങ്ങളായ ഹോങ് ഹി ചാങ് വോൾവേഴ്സ്, കിം ജിസു ബെൻഫോർഡ് എന്നിവർ കളിക്കുന്ന രംഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യും. താരങ്ങളുടെ പേര് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ അങ്ങനത്തെ ഒരു പേരായിപ്പോയി. കൊറിയൻ താരങ്ങളുടെ പേര് അങ്ങനത്തെ പേരാണല്ലോ. ഹീങ് ഷോങ് ഫിങ് ഷോങ് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള പേരാണല്ലോ. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ പേര് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. സോ ഒന്ന് ക്ഷമിക്കുക. കളി 60 മിനിറ്റ് ആക്കും. 90 മിനിറ്റ് ദൈർഘ്യമുള്ള മത്സരങ്ങൾ 60 മിനിറ്റായി ചുരുക്കും. സോ അപ്പോൾ 30 മിനിറ്റ് അവർ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ആ കളി അവിടുത്തെ ജനങ്ങൾ കളി കാണുമ്പോൾ ഈ മത്സരങ്ങൾ കാണൽ 2K സ്പീഡിലാവോ എന്താവോ കണ്ടറിയാം. ഇംഗ്ലീഷ് എഴുത്തുകൾ നീക്കം ചെയ്യും. അതെ, സ്റ്റേഡിയത്തിലെ പരസ്യങ്ങളിലെയും മറ്റുമുള്ള എല്ലാ ഇംഗ്ലീഷ് എഴുത്തുകളും ഉത്തര കൊറിയൻ ഗ്രാഫിക് ഉപയോഗിച്ച് മറക്കും. അതായത് നമ്മൾ ഈ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുന്ന ഇതുണ്ടല്ലോ, ഓരോ ബ്രാൻഡിൻ്റെ ഒക്കെ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ ത്രോൺ ലൈനിൻ്റെ ഒക്കെ ഭാഗത്ത് ഇങ്ങനെ ഓരോ പരസ്യങ്ങൾ, ആ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല. പകരം അവരുടെ ഉത്തര കൊറിയയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നാണ് ഇതിൽ അറിയാൻ കഴിയുന്നത്. LGBT ചിഹ്നങ്ങൾ നീക്കം ചെയ്യും. അതെ, LGBT ചിഹ്നങ്ങളോട് കൂടിയ രംഗങ്ങൾ പൂർണ്ണമായും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കും. സോ അവർ കുറേ മാറ്റങ്ങൾ അവരതിൽ കൊണ്ടുവരുന്നുണ്ട്, സംപ്രേഷണത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും എനിക്ക് ഏറ്റവും ഹാപ്പിയായ അവർ കൊണ്ടുവരുന്ന ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, LGBT ഒരിക്കലും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയത്. സോ നമുക്കറിയാം LGBT ഇപ്പോഴത്തെ എല്ലാ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഉത്തർ കൊറിയയിൽ ഒരിക്കലും LGBT സപ്പോർട്ട് ചെയ്യുന്ന രംഗങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞപ്പോൾ. സോ അതെന്തോ എനിക്കൊരു സന്തോഷമായി തോന്നി. അതെനിക്കൊരു മോട്ടിവേഷനായി തോന്നി. അപ്പോൾ ഇത്രയും ആണ് അവർ വരുന്ന മാറ്റങ്ങൾ ഉത്തർ കൊറിയയിലെ ഫുട്ബോൾ സംപ്രേഷണം, പ്രീമിയർ ലീഗ് സംപ്രേഷണം ചെയ്യുന്നതിൽ അവർ കൊണ്ടുവരുന്ന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നുള്ളതൊന്ന് താഴെ കമൻ്റ് അറിയിക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ന്യൂസുകളാകട്ടെ എല്ലാതും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.